1, 2, 3. Hi guys. ഹായ് ഗൈസ്, നമ്മളിന്ന് ഓണം ഷൂട്ട് ചെയ്യാൻ പോണെയാണ്. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓണം ഷൂട്ടിന്റെ വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എത്രത്തോളം ഇതൊരു വ്ളോഗായിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടാമെന്ന് അറിയില്ല, കാരണം എനിക്ക് കിട്ടിയ ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തവണ ഞാൻ ഷൂട്ടിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മാജിക് സിസ്റ്റേഴ്സിനാണ്. ഇത് നിങ്ങൾ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവരായിരുന്നു എൻ്റെ കല്യാണം ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ കൊണ്ടുവന്ന് 2 ലെൻസ് വന്നിട്ട് ഇതിൽ ഏതാ വേണ്ടിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി ഇവരോട് കുറച്ച് കത്തി വെക്കാണ്. 1 വർഷം മുന്നേ എന്നെ കണ്ടിട്ട് ഇപ്പം എങ്ങനെ കാണുമ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ മറുപടി കേൾക്കാം. ചോദിക്കട്ടെ 1 വർഷം കഴിഞ്ഞിട്ട് ചേച്ചി എന്നെ കണ്ടപ്പോഴുള്ള മാറ്റങ്ങൾ പറയും ചേച്ചി. പറഞ്ഞാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. 1 വർഷം നിന്നെ കണ്ടപ്പോൾ അനാവശ്യം പറയുന്നട്ടാ. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ 45 ഞാൻ 54 ആയിട്ടുണ്ട്. തിരിച്ചിട്ട് നമ്പർ വന്നില്ലേ? ഓ മൈ ഗോഡ്, പക്വതയാവുന്നു. ആ വസ്തി ഇതേ കിടക്കണം. ഞാൻ അന്നും ഇന്നും എന്നും ഒന്നാ. ഇനി ചേട്ടൻ പറങ്ങാട്. ഞാൻ ക്ഷീണിച്ചു പോയെന്ന് ആൾക്കാർ ചോദിക്കണം ഞാൻ എങ്ങനെ തടി വെച്ചതെന്നാണ്. അഭിപ്രായങ്ങളൊക്കെ കേട്ടില്ലല്ലോ അല്ലേ. അപ്പം ഞാൻ ലെൻസൊക്കെ ഓൾറെഡി വെച്ച് കഴിഞ്ഞു കേട്ടോ. നോർമലി ഞാൻ ഹേസൽ അല്ലെങ്കിൽ ബ്രൗൺ ഒക്കെയാണ് സെലക്ട് ചെയ്യാറ്. ഇത്തവണ ഞാൻ സെലക്ട് ചെയ്തത് വയലറ്റ് ആണ്. കുറച്ച് വ്യത്യാസമായിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത്തവണ നോർമലി വെച്ച പോലെ അല്ല, എനിക്ക് കുറേ നേരം കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം വെച്ചുകൊണ്ടായിരിക്കണം. പിന്നെ അവർ നേരെ ഐ മേക്കപ്പിലേക്കും കാര്യങ്ങളിലേക്ക് കടന്ന് നമുക്ക് ഷടപടേന്ന് എല്ലാം തീർക്കണമായിരുന്നു. അതുകൊണ്ടിട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തത്. ഇതിലെനിക്കങ്ങനെ കാണുന്നില്ല വയലറ്റ്. ഞാൻ വേറെ ആളായി. ഇപ്പം എന്നെക്കാണ് ശരിക്കും ചൈനക്കാരിനെ പോലെ കുഞ്ഞു കാണല്ലേ. അങ്ങനെ എൻ്റെ വാചകടിയുടെ ഇടയിൽ കൂടി ഇതേ ഇങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നല്ല കാര്യമായിട്ട് നടക്കണ്ടിട്ട്. എനിക്ക് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വർക്ക് ചെയ്യണമെന്ന് തോന്നിയില്ല, അത്ര കംഫർട്ടബിൾ ആകും. എൻ്റെ കല്യാണം മുതലേ ഉള്ള ആൾക്കാരാണ്, അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു ഫാമിലി ഫീൽ ആയിട്ട് ഇവരുടെ അടുത്ത്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ 2 മിനിറ്റ് മിണ്ടാതിരുന്നാൽ അവർ ചോദിക്കും എന്താടി ഉറങ്ങിപ്പോയോ എന്ന് ചോദിക്കും. അത്ര നമ്മൾ ക്ലോസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെറ്റ് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ വെച്ച് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ റെഡിയാക്കാൻ പോവാണ്. ഞാൻ ബാക്ക് കോംബ് ചെയ്യാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നി കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാകും എന്നുള്ളത്. അണ്ട് മുടി പിന്നണോന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. എന്തായാലും നമുക്ക് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റൂമിൽ കൊണ്ടുവന്ന് പഴം വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്ന് നമ്മൾ അവരെ തൂക്കിയെടുത്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷനിലേക്ക് പോവാണ്. ലൊക്കേഷൻ വേറെ ഒന്നുമല്ല, നമ്മുടെ കസിൻ്റെ വീട് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ലൊക്കേഷനുള്ള ഒരു വീടായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അവിടെ പോയി എടുക്കാമെന്ന്. കാരണം ഇതെല്ലാം ഷടപടേന്ന് തീരുമാനിച്ചൊരു തീരുമാനമായതുകൊണ്ടിട്ട് നമുക്കൊന്നും തന്നെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തലേദിവസമാണ് നമ്മളെല്ലാം. ഇന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇന്നലെ ആയിരുന്നു നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളും, ഈ ഒരു ഡ്രസ്സ് എൻ്റെ സ്വന്തം ഡ്രസ്സാണ് കേട്ടോ. ഇത് എൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു തമിഴ് ടച്ച് ഉണ്ടാകും. ഇതേനെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചി കൃഷ്ണപ്രിയ ചേച്ചി നമ്മൾ എൻ്റെ ചേച്ചിയുടെ കൂടി വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ് എടുപ്പിക്കാൻ കേട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഡ്രസ്സിൻ്റെ കാര്യമാണ്. ഇത് ഒരു തമിഴ് ടച്ച് ഉണ്ടാകും, കാരണം ഒരു പാണ്ടി നൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു അവർ കല്യാണത്തിൻ്റെ തലേ ദിവസം. അതിന് വേണ്ടി ഹാഫ് സാരി സെറ്റ് ചെയ്തതായിരുന്നു. അപ്പം ചേച്ചിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു അന്ന് പിന്നെ ഇതിലെടുത്തേക്കാന്ന് വെച്ചാൽ നമ്മളൊരു 11:15 ആവാറായപ്പോഴാണ് നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഈ ഡ്രസ്സ് അന്ന് ഞാനിട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇതിൻ്റെ ഈ സ്കേർട്ടും ബ്ലൗസും ഒരു സാരി എടുത്ത് തയ്പ്പിച്ചാണ്. മീഷോയിൽ നിന്നാണ് സാരി എടുത്തിട്ടുണ്ടായത്. മീഷോ അല്ല, ആമസോണിൽ നിന്നാണ് സാരി എടുത്തിട്ടുണ്ടായത്. ചെട്ടിനാട് കോട്ടൺ സിൽക്കോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. നല്ല മെറ്റീരിയൽ ആയിരുന്നു. 1000 സംതിങ് ആയിരുന്നു സാരിയുടെ വില.
പിന്നെ ഷോള് ഞാൻ വേറെ ദുപ്പട്ട വേറെ വാങ്ങി പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായത്. അതിൽ കസവൊക്കെ പിടിപ്പിച്ച് അങ്ങനെ എടുക്കുന്നുണ്ടായത്. എനിക്ക് അന്ന് ഞാൻ കെട്ടിയ ഹെയർ സ്റ്റൈലിനേലും ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മേക്കപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഓവറായിട്ടൊന്നും ഇല്ലാണ്ട് നല്ല സട്ടിലായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുടി ബാക്ക് കോംബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പാറ്റക്കുട്ടീനെ ഫ്രണ്ടിലിങ്ങനെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ചെത്തിയും തുളസിയും കൂടി ഉള്ളതും വെച്ചിട്ടുണ്ടായിരുന്നു, മുല്ലപ്പൂവും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാലയൊക്കെ നമ്മൾ പാലക്കയുടെ ഒരു ചോക്കറും പാലക്കയുടെ ജിമ്മുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒട്ടും കുറക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഹിപ്പ് ബെൽറ്റും കാര്യങ്ങളും നെറ്റിച്ചുട്ടി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായിട്ടോ ഇതൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അങ്ങനെ ഭയങ്കര കാര്യമായി നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഫോട്ടോ എടുക്കണേയും വീഡിയോ എടുക്കണ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നല്ല കംഫർട്ടബിൾ ആണ്. അവർ നമ്മളെല്ലാം പറഞ്ഞൊക്കെ തരും. അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിന്നിട്ട് എനിക്ക് ഏറ്റവും വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കംഫർട്ടബിൾ ആയിരിക്കണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനും, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് എന്തെങ്കിലും സജഷൻ തരാനുണ്ടെങ്കിൽ തരാനൊക്കെ നമുക്ക് പറ്റണമല്ലോ. എന്നാലേ ആ ഒരു വർക്ക് സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. അപ്പം ആ വീട്ടിൽ എവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാമോ അത്രയും സ്ഥലവും ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ. താഴേന്നും മേളിൽ നിന്നും ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ അടുത്ത ഫോട്ടോസ് ആയാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാം ID 1 അർച്ചന MR എന്നാണ്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്താൽ മതി. ഇത് ശരിക്കും ഓണത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു ട്രഡീഷൻ ആയതുകൊണ്ട് എടുത്തിട്ടേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടാൻ കേട്ടോ. പിന്നെ പുറത്തുമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും നല്ല ചൂടായിട്ട് പഴുത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുക്കൽ കാര്യങ്ങളൊന്നും നടന്നില്ല. എന്നാലും കുറച്ച് വീഡിയോസ് എടുത്തേക്കാം എന്ന് അവനിങ്ങനെ പറഞ്ഞു. ചേച്ചി വെയിലില്ലാത്ത സ്ഥലത്ത് കയറിയിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രസ്സ് കഴിഞ്ഞിട്ട് വേറെ ഡ്രസ്സ് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമയവും കൂടി ഉണ്ട്. അപ്പോൾ ചേച്ചിയും ചേട്ടനും കൂടി പുറത്ത് പോയേക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിന്നാൽ പിന്നെ കുറച്ച് വീഡിയോയും കൂടി എടുത്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയും നിന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മഴയത്ത് ഫോട്ടോ എടുക്കായിരുന്നു. ഫുഡ് ഹായ് ഗായ്സ്, ഇതാണ് നമ്മുടെ വീഡിയോഗ്രാഫർ ആൻഡ് ഫോട്ടോഗ്രാഫർ, രണ്ടുപേരും ഉണ്ട്. ഇത് പിക്സോ ഫ്രെയിംസ് ഇവരാണ് നമുക്ക് ഓണത്തിന് വീഡിയോസും ഫോട്ടോസ് എടുത്തത്. ഇവർ തന്നെയാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞപ്പോൾ അതിൽ തിരിഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവരായിരുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചപ്പോഴേക്ക് ഒരു നല്ല സെൻറ്റിമെൻറ്റ്സോട് കൂടി വന്ന് പിന്നെ തേച്ച് എടുത്തരല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുവന്നതാണ്. അടിപൊളിയാട്ടോ. അപ്പം എൻ്റെ ഇവർക്ക് ബഡ്ജറ്റ് ഒക്കെ ഇല്ലേ, അതായത് വെഡിങ് ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പൊ നമുക്ക് വെഡിങ് ഒക്കെ നോർമലി വരുന്ന 1 lakh ആ ഒരു സ്റ്റേജിലേക്കല്ലേ. 30 രൂപക്ക് എന്റെ ഫോട്ടോസ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ നോക്കൂ, റെഫറൻസ് ഒക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യും. 30,000 എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബഡ്ജറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാകും? 30 രൂപയാണെങ്കിൽ ആൽബം ഉണ്ടാവും, പിന്നെ സേവ് ദ ഡേറ്റ് ഫ്രീ ആണ്, പിന്നെ ഫ്രെയിം, കലണ്ടർ, പിന്നെ വെഡിങ് ഈവ് ഉണ്ട്, ഹെൽത്ത് ഈവ്, അങ്ങനെ വീഡിയോയും ഫോട്ടോയും കൂടിയാണ്. വീഡിയോയും കൂടി ആകുമ്പോൾ 35 രൂപ. ഫോട്ടോയും കൂടി, ഫോട്ടോ മാത്രമാകുമ്പോൾ 30 രൂപ. എന്നാലും വലിയ നഷ്ടമല്ല. അപ്പോൾ എന്തായാലും പറഞ്ഞ പാക്കേജിങ് കാര്യങ്ങളും എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. വീഡിയോ എടുത്തു കൊടുക്കും, സേവ് ദ ഡേറ്റിന് ചെറിയൊരു വീഡിയോ, വെഡിങ്ങിന് ചെറിയൊരു വീഡിയോ എടുത്തു കൊടുക്കും, റീൽസ് രീതി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇവരുടെ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യും. എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഓക്കെ ബൈ. അപ്പോൾ ബാക്കി ഷൂട്ട് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഔട്ട്ഫിറ്റ് മാറാനായിട്ട് മുടിയും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നമ്മളൊന്ന് അഴിച്ച് സെറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഹെയർ സ്റ്റൈലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടിയെന്ന് വിചാരിച്ച് നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കോസ്റ്റ്യൂമിലെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെറ്റ് കൊണ്ട് എടുക്കാൻ പോകും. കണ്ട കഷ്ടപ്പെട്ട സെറ്റ് ഈ ക്ലിപ്പ് എവിടെ നേട്ടി ഓർമ്മ മേടിച്ച് വെക്കണമല്ലോ. സീക്രട്ട് ഒക്കെ പുറത്തായി. അങ്ങനെയാണ് സാരി റാപ്പ് ചെയ്യുന്നത്. ഇനി ആരും റാപ്പ് ചെയ്യാൻ വിളിക്കുന്ന ആവശ്യം. ആ പ്രൊഫഷണലിസം വരില്ലെന്ന്. പ്രത്യേകിച്ച് മാജിക് സിസ്റ്റേഴ്സിന് വിളിക്കേണ്ടതാണ്. മാജിക് സിസ്റ്റേഴ്സ് പേരിടാനുള്ള കാരണം എന്താ? എന്നാലും ഞാൻ കൈവച്ച് ഒരു മാജിക് ടച്ച് വരുന്നു. ഓ മൈ ഗോഡ്. ആണേട്ടാ
സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഒരു സെറ്റ് മുണ്ടായിരുന്നു കേട്ടോ. ഇത് എനിക്ക് എൻ്റെ പിറന്നാളിൻ്റെ വ്ളോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും. പിറന്നാളിന് രമ്യ ചേച്ചി എൻ്റെ ഏട്ടത്തിയമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ പിറന്നാളിന്. അപ്പം ഞാനത് ശരിക്കും ഓണത്തിന് കൊടുക്കാൻ വേണ്ടി വെച്ചാണ്. അപ്പം എനിക്ക് ചേച്ചി പറഞ്ഞു എടി ഒരു സെറ്റ് മുണ്ട് കൂടി ഉണ്ടെങ്കിൽ നീ എടുത്തോന്നു. അപ്പം ഞാൻ വെച്ചു ഇത് ഞാൻ ഫുൾ തയ്ച്ച് വെച്ചിട്ടുണ്ടെന്നാൽ പിന്നെ ഇത് എടുത്തേക്കാന്ന് വെച്ചു. സെറ്റ് കൊടുത്തപ്പോൾ ഞാൻ ഭയങ്കര തടിയായിട്ടൊക്കെ ഇരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പക്ഷേ രസമുണ്ടായിരുന്നു. ശരിക്കും സെറ്റിലൊരു സിൽവർ ആയിരുന്നു ടോൺ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡിൻ്റെ ഓർണമെന്റ്സ് വെച്ചിട്ടാണ് പേര് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നന്നായിട്ടുണ്ട് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിൽ രണ്ടിലും ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് പറയണം കേട്ടോ. ഇതെല്ലാം ഞങ്ങൾ അപ്പം തട്ടിക്കൂട്ടിയ ഒരു സെറ്റപ്പും കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായതായിരുന്നു കേട്ടോ. അപ്പം അതിൽ ആ പൂവൊക്കെ പെറുക്കിക്കൊണ്ടാണ് ഞങ്ങൾ പോയത് ഷൂട്ടിന്. അപ്പം പെട്ടെന്ന് അവർ സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരു പൂക്കളം പോലെയൊക്കെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഈ കയ്യിലിരിക്കുന്ന കൊട്ട രതിയമ്മയുടെ കേട്ടോ. രതിയമ്മയുടെ വീട്ടിൽ പോയിട്ട് രാവിലെ അമ്മ എടുത്തിട്ട് എന്താണ് ആ കൊട്ടയും എൻ്റെ സാരിയായിട്ട് നല്ല മാച്ച് ഉണ്ട് അല്ലേ. ഈ ഫ്രണ്ടിൽ കണ്ടോ ഞങ്ങൾ ആ കൊച്ചിൻ്റെ സൈക്കിളിലൊക്കെ റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കണം. എല്ലാം ഷടപടി എന്നായതുകൊണ്ട് നമുക്ക് ഒന്നിനും ഒരു സമയം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി രാവിലത്തെ ഫസ്റ്റ് ഇട്ട ഡ്രസ്സിൽ ഞാനും കിച്ചാമിനും കൂടി കപ്പിൾ ഫോട്ടോസ് ഓണത്തിന് വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൽ എടുക്കാനായിട്ട് ഞങ്ങൾ മറന്നുപോയി. അതാണ് ഉണ്ടായത്. അത് എപ്പോഴും ഞങ്ങൾ അയ്യോ ഞങ്ങളുടെ കപ്പിൾ ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് കിച്ചാൻ പച്ച ഷർട്ട് ഇട്ടുകൊണ്ട് വന്നത്. എൻ്റെ പച്ചയായിരുന്നല്ലോ ഔട്ട്ഫിറ്റ്. പിന്നെ ഞാൻ പറഞ്ഞില്ല കോൺട്രാസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കിച്ചാമിനെ ഞാൻ സമാധാനിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ് നമുക്ക് ഇതിലെടുക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കിച്ചാമിന് കൂടി അതിൽ നിന്ന് എടുത്തു കേട്ടോ. കപ്പിൾ ഷൂട്ട് ആയാലും നല്ല സൂപ്പറായിട്ടുണ്ട്. ഇവരെല്ലാ വർക്കും ചെയ്യും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാ വർക്കും ചെയ്യാൻ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഈ രണ്ട് ടീമും അതെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുൾ ഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മുടെ തമ്പീസിൽ പോയിട്ട് തമ്പീസിലെ ബിരിയാണി ഞങ്ങൾക്ക് എവർ ടൈം ഫേവറേറ്റ് ആണ്. ചേച്ചിയും ചേട്ടനും അതിന് മുന്നേ പോയിട്ടോ. ഒരുക്കി കഴിഞ്ഞിട്ട് അവർ പോയി. അവരുടെ കുട്ടിയുടെ പിറന്നാളായിരുന്നു അന്ന്. അപ്പോൾ അവർ വേഗം പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പയ്യെ ഇനി ഞങ്ങൾ രണ്ട് ടീമും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് എത്രത്തോളം ഇഷ്ടമായി എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിലുണ്ടായ ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തു എന്നുള്ളൂ. ഇതും നിങ്ങളൊന്ന് കാണിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കണം കേട്ടോ. അതിൻ്റെ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലുക്കും കാര്യങ്ങളൊക്കെ പറയണം. അല്ലെങ്കിൽ ഓവറാക്കി ചളാക്കിയോ എന്നൊക്കെ പറയാം കേട്ടോ. എല്ലാവരും അഭിപ്രായങ്ങൾ ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വയറ് നിറയെ ബിരിയാണി കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഓണം സീരീസിൽ ഓരോ വീഡിയോസും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക കേട്ടോ. നമ്മളിപ്പോൾ 10 ദിവസം 10 വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം. ഓക്കെ ബൈ ടാറ്റാ.